എടാ ആ പാട്ടൊന്ന് വർക്ക് ചെയ്തൊന്ന് എടുക്കാനാ. ഹായ് ഗൈസ്, എന്നെ ഇപ്പോൾ ഈ ഹെയർ സ്റ്റൈലിൽ കാണുമ്പോൾ നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഞെട്ടലൊന്നും ഉണ്ടാവില്ല. ഇത് പിന്നെ എൻ്റെ ഒരു സ്ഥിരം ഹെയർ സ്റ്റൈലായി മാറിയിട്ടുണ്ട്. അപ്പം നമ്മളിപ്പോൾ ഇന്ന് ക്രിസ്മസ് ഡേ ആണ്, ക്രിസ്മസ് 25 ഡിസംബർ 25. ഹാപ്പി ആൻഡ് മേരി ക്രിസ്മസ് ടു എവരിവൺ. അപ്പോൾ നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് സിൻഡോടെയൊക്കെ വീട്ടിലേക്കാണ്. ഇന്ന് സിൻഡോ പുറത്തു പോവാണ്. പിന്നെ കുഞ്ഞാവ് ഇന്ന് ആദ്യമായിട്ട് ഹോസുവിനെ മീറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. കുഞ്ഞാവയുടെ നമ്മുടെ ആദ്യത്തെ കസിൻ അല്ലേ, ഇവളുടെ ജനറേഷനിലുള്ള പറയൂ ചേഞ്ചൽ. പിന്നെ അലീറ്റയാണോ? അവള് ആന്റി വെല്ലീച്ചിയുടെ കുഞ്ഞ് അലീറ്റ അല്ലേ? അതായത് ഞങ്ങളെല്ലാം കസിൻസ് ആണ്. അപ്പം ഏഞ്ചൽ വിനോദ ചാച്ചന്റെ കുഞ്ഞുങ്ങളുണ്ട്. പക്ഷെ അവര് അബ്രോഡിലല്ലേ, അവര് നാട്ടിലില്ലല്ലോ. അപ്പൊ നാട്ടിലുള്ള ബേബീസിനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഏകദേശം ഇവളുടെ ഏജ് ഗ്രൂപ്പായിട്ടുള്ള ബേബിയാണ് ഹോസു, അതായത് സ്റ്റെഫി ചേച്ചിയുടെ കുട്ടി. അപ്പൊ ഇവളും സ്റ്റെഫി ചേച്ചിയുടെ കുട്ടി ഇതുവരെ മീറ്റ് ചെയ്തിട്ടില്ല. വീഡിയോ കോളിൽ ഞങ്ങൾ മീറ്റ് ചെയ്യാൻ നോക്കിയിട്ടുണ്ടെങ്കിലും അത് നടന്നിട്ടില്ല. ഓണത്തിനൊക്കെ നല്ല കരച്ചിലായിരുന്നു നിങ്ങൾ വീഡിയോ കോൾ ചെയ്തപ്പോഴത്തേക്ക്. അപ്പോൾ അവരെ ഇപ്പോൾ കാണിക്കാൻ പോവാണ്. പിന്നെ ഞാൻ ആക്ച്വലി നമ്മുടെ ക്രിസ്മസിൻ്റെ ഒരു ഔട്ട്ഫിറ്റാണ് ഇട്ടിരിക്കുന്നത്. അവിടെ ചെന്നിട്ട് കുറച്ച് വീഡിയോസ് എടുക്കണം, ഫോട്ടോസ് എടുക്കണം, അങ്ങനെ കുറച്ച് പ്ലാൻസ് ഉണ്ട്. വേറെ ആരും റെഡി ആയിട്ടില്ല. അപ്പു, ഏഞ്ചൽ, പപ്പയൊക്കെ വീട്ടിൽ വരുന്ന ഡ്രസ്സിൽ തന്നെയാണ്. കുഞ്ഞാവെ പോലും ക്രിസ്മസിൻ്റെ ഡ്രസ്സ് ഇടിപ്പിച്ചിട്ടില്ല. തിരിച്ച് വീട്ടിൽ ചെന്നിട്ട് വേണം കുഞ്ഞാവെ ക്രിസ്മസിൻ്റെ എന്തെങ്കിലും ഒരു ഡ്രസ്സ് ഇടിപ്പിക്കാൻ വേണ്ടിയിട്ട്. ഇല്ലെങ്കിൽ ഹോസുവിൻ്റെ റെഡ് ടീഷർട്ടോ വെള്ള ടീഷർട്ടോ എല്ലാം ഉണ്ടെങ്കിൽ എടുത്തിടിപ്പിച്ച് നമുക്ക് ഫോട്ടോഷൂട്ട് നടത്താം. അപ്പൊ അത്രേ ഉള്ളൂ. അപ്പൊ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എങ്ങനെ ഉണ്ടായിരുന്നടാ? ആക്ച്വലി നമ്മുടെ വീട്ടിൽ എന്താ അറിയത്തില്ല, അപ്പം വെച്ചാൽ നല്ലതായിട്ട് വരും അല്ലേ? എപ്പം വെച്ചാലും നമ്മുടെ വീട്ടിൽ നല്ലതായിട്ട് വരത്തില്ല. വെള്ളയപ്പം അമ്മ ഉണ്ടാക്കിയാൽ എപ്പോഴും എനിക്ക് ഇഷ്ടമാണ്. എനിക്കെല്ലാം ഇഷ്ടമാണോ? ഇതെല്ലാം ബാക്കി 2 പഴന്തുണികളുടെ കാലം കഴിഞ്ഞതോടെ ഡ്രസ്സിലേക്ക് കയറിയിട്ടുണ്ട്. കുഞ്ഞി ആന്റിയുടെ യൂട്യൂബ് അത് ചിരിച്ചു കാണിക്കുന്നത് കുഞ്ഞ്. അപ്പൊ ഇന്നെന്താണ് പരിപാടി? അത് വേറൊരു സംഭവം. സിൻഡോ ആക്ച്വലി പോകും എന്നൊരു പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷെ ഇത്ര പെട്ടെന്ന് പോകുന്ന അറിയില്ല. അന്ന് മെഡിക്കലും എല്ലാം എടുത്തിട്ട് ഇരിക്കുകയായിരുന്നു. പക്ഷെ പെട്ടെന്ന് ടിക്കറ്റ് ഓക്കെ ആയി. ഉച്ചക്ക് ടിക്കറ്റ് എടുത്തു. ഇന്നലെ രാത്രി ഓടിപ്പോയി പെട്ടി സാധനങ്ങള്. അതെ, ഇന്നലെ ഉച്ചക്ക് ടിക്കറ്റ് അവൻ എടുത്തു. ഉച്ച തൊട്ട് ഇന്ന് രാത്രി 10 മണി വരെ സമയമുണ്ട്. ആ സമയത്തിനുള്ളിൽ ഒരാൾ അബ്രോഡിലേക്ക് ജോലിക്ക് പോകാനുള്ള എല്ലാ സാധനവും റെഡിയാക്കണം. അതാണ് അവന്റെ ടാസ്ക്. അപ്പൊ ഇന്നലെ രാത്രിയിൽ, അതും ക്രിസ്മസിന്റെ തലേന്നൊക്കെ ആണെങ്കിൽ കടയിലൊക്കെ എന്തുമാത്രം സാധനങ്ങൾ ഉണ്ടാവും, തിരക്കുണ്ടാവും, റോഡിൽ എത്രമാത്രം ട്രാഫിക് ഉണ്ടാവും എന്ന് നിങ്ങൾക്ക് അറിയാം. അപ്പൊ എന്തായാലും ഇന്നലെ പോയിട്ട് പെട്ടി വാങ്ങിച്ചു, ഡ്രസ്സ് വാങ്ങിച്ചു, ഡ്രസ്സ് ഷൂസ് അങ്ങനെ കുറച്ച് സാധനങ്ങളെല്ലാം വാങ്ങിച്ചു. അപ്പൊ ഇവിടെ ഹോസ് ഇവിടെ എത്തിയിട്ടുണ്ട്, കാണിക്കാം. അതാണ് നമ്മുടെ ഹോസ്, നമ്മുടെ അബ്രോഡ് പോകാനിരിക്കുന്ന സിൻഡോ, സച്ചിൻ. ആദ്യമായിട്ട് നേരിട്ട് കാണുന്ന മൊമെന്റ്സ്. കുഞ്ഞു ചിരിക്കുന്നുണ്ടോ? നിങ്ങളുടെ രണ്ടര തലേത് പറ്റോ? പോ അച്ചാച്ചനല്ലോ. ആ ചെല്. അത് അച്ചാച്ചനൊന്ന് പ്രോത്സാഹിപ്പിച്ചത്, ഒന്ന് കൈയൊക്കെ ഒന്ന്. വേണ്ട കുഞ്ഞാവ ഇങ്ങോട്ട് നോക്ക്. ഹായ് ഹോസു, വെൽക്കം ടു മൈ യൂട്യൂബ്. അസിൻഡോ ക്രിസ്മസ് ആയിട്ട് എന്താ പരിപാടി? സച്ചിൻ ഇത് വ്ളോഗാണ്, യൂട്യൂബിലെ പുതിയ വ്ളോഗാണ്. പറ. ഹോസ് ആരെല്ലാം പോവില്ല. തോമേ നിന്നെ തോമേന്ന് വിളിക്കുന്നത്. ബാക്കി കുഞ്ഞാവയ്ക്ക് കൊടുക്കോ ഹോസു? അപ്പൊ വിളിക്കാതെ അവൻ കുഞ്ഞാവയുടെ കൂടെ നിൽക്കട്ടെ. കുഞ്ഞാവെ നോക്കിയ കുഞ്ഞാവെ കൂടെ കൊണ്ടുപോവോ? തോമ അപ്പച്ചൻ. മോന്റെ കൊടുത്തോ, മോൻ വെച്ച് കിട്ടിയ മോന്റെ വായിലിട്ട്. ആരാ പരിപാടി? ഹോസു മമ്മി ക്രിസ്മസിന് എന്ത് വാങ്ങിച്ചു തന്നു? ആ
ഓസുവിന്റെ എത്രാമത്തെ ക്രിസ്മസ് ചേച്ചി? സെക്കൻഡ് ക്രിസ്മസ് അല്ലേ? ഓ വീടും ആ പാവോ, അവരവിടുന്ന് ചോദിച്ച് കേക്ക് എടുത്തോണ്ട് വന്ന് കൊടുത്തിട്ട് പോന്നു. ആ ചെരുപ്പാ കൂരിച്ചാൽ ചേച്ചി അവിടെ ഉറുമ്പാവേ. അതെടുത്ത് വേണേ തിന്നും കേട്ടോ. അങ്ങോട്ട് വരുന്നോ? എന്റെ അടുത്ത് തന്നെ ആന്റിക്കല്ലേ കേക്ക്? താങ്ക് യു. വരുന്നോ? ഞങ്ങളുടെ വരുന്നോ? ഇവരോടത്ത് പോകണ്ട, ഞങ്ങളുടെ പോലെ അവിടെ നിൽക്കാം. വ്ളോഗ് ക്രിസ്മസ് വ്ളോഗ്. കുഞ്ഞിനെ മേടിക്കടാ. നമുക്ക് ഫോട്ടോ എടുക്കാവേ. 2 വല്യപ്പന്മാരും അവരുടെ കൊച്ചുമക്കളും. സമ്മതിക്കൂല്ലോ കേട്ടാ. കുഞ്ഞു, നീ എൻ്റെ കൂടെ ഇരുന്ന് അപ്പം നിന്നെ അല്ലേ? അക്കടു അതേ മധുരം കൊടുക്കണ്ട കുഞ്ഞുങ്ങൾക്ക്. ഇതിനകത്ത് മറ്റേ റമ്മൊക്കെ ചേരുന്ന അത് അമ്മ ചേരുന്ന കൊടുക്കരുത്. വരൂ ചേച്ചി. എന്തേ ചേച്ചി വരുന്നോ? ഇതിനി എന്നാണ് എന്റെ കയ്യിൽ വരുന്നത്? ആര്? അമ്മ ഇല്ല. ഫോട്ടോ നോക്കൂ. ഫോട്ടോ അല്ല, ഇത് വീഡിയോ ആയിരുന്നു. വീഡിയോ പോയേക്കാം. അപ്പൊ ഗൈസ് അത്രേ ഉള്ളൂ. നമ്മളിവിടുന്ന് ഇറങ്ങാണ്. വീഡിയോ എടുക്കാം. വാ വാസു. ബൈ ഗൈസ്. എന്നെ കിട്ടുന്നുണ്ടോ? ഉണ്ട്. ഓക്കെ ബൈ ഗൈസ്. അപ്പൊ ഇവിടെ നിന്ന് ഇറങ്ങണമെങ്കിൽ വരുന്നെങ്കിൽ വന്നോ. ടാറ്റാ ഹോസു. ടാറ്റാ ഗൈസ്. അപ്പോൾ കാറ് ഡ്രൈവർ എല്ലാം വന്നിട്ടുണ്ട്. നമ്മൾ പോണേ. ഹോസു ടാറ്റാ. വ്ളോഗിൽ കാണാവേ. അതിൻ്റെ വ്ളോഗിൽ കാണാട്ടോ. ഞാൻ ഒരു കാര്യം ഒന്ന് പറഞ്ഞോട്ടെ. എടാ സൗണ്ട് ഒന്ന് കുറച്ചേടാ. സോ നമ്മളിപ്പോൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ, പപ്പായ്ക്ക് 4 ബ്രദേഴ്സാണ്. അപ്പോൾ അതിലെ പപ്പയുടെ ഏറ്റവും മൂത്ത ബ്രദറിനെയാണ്, അതായത് പപ്പായ്ക്ക് തൊട്ട് മേളുള്ള ബ്രദറിന്റെ വീട്ടിലാണ് നമ്മളിപ്പോൾ വന്നത്. കൊച്ചുവല്ലിപ്പയുടെ പേര് അനിയൻ എന്നാണ്. അപ്പോൾ അനിയൻ എന്നാണ് വിളിക്കുന്നത്. സോ അനിയൻ വല്ലിപ്പയുടെ വീട്ടിൽ നമ്മൾ വന്നു. സ്റ്റെഫി ചേച്ചി, സിൻഡോ, സച്ചിൻ, അവർക്ക് 3 മക്കളാണ്. നമ്മൾ 3 പേരെയും കണ്ടു. സ്റ്റെഫി ചേച്ചിയുടെ കുഞ്ഞാവേയും കണ്ടു. സച്ചിനെ സിന്നെ കല്യാണം കഴിച്ചിട്ടില്ല. സിന്നെ ഇന്ന് അബ്രോഡിൽ പോകണം. ഇത്രയും ഡീറ്റെയിൽസ് ഉള്ളൂ. അപ്പോൾ നമ്മൾ അടുത്ത് പോകാൻ പോകുന്നത് തൊട്ടടുത്ത വല്യപ്പാടെ വീട്ടിലാണ്. വല്യപ്പായ ഒപ്പം എന്തോ വിളിക്കുന്നത് ജോണി, കൊച്ചാച്ചൻ എന്നാണ് വിളിക്കുന്നത്. അപ്പൊ ജോണി വല്യപ്പാടെ വീട്ടിലേക്കാണ് നമ്മൾ അടുത്ത് പോകാൻ പോകുന്നത്. ഇന്ന് പപ്പായുടെ 3 സിബ്ലിങ്സിന്റെ വീട്ടിൽ നമ്മൾ പോകുന്നതാണ്. 3 സിബ്ലിങ്സിന്റെ വീടും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ. അപ്പൊ നമ്മൾ ജോണി വല്യപ്പാടെ വീട്ടിലെത്തിയിരിക്കുകയാണ്. മതി. ലെറ്റ്സ് ഗോ ഗൈസ്, ലെറ്റ്സ് ഗോ. ഹായ് പറയോ? അമ്മ ഒരു ഹായ് പറഞ്ഞേ. അമ്മ ഒരു ഹായ് പറഞ്ഞേ. ആ പപ്പ, അമ്മാമ്മ ഇവിടെ കല്യാണം കഴിച്ചു വരുമ്പോ പപ്പയ്ക്ക് എത്ര വയസ്സുണ്ടായിരുന്നു?
ഞാൻ അമ്മാമ്മയേക്കാൾ മൂത്തതാണ്. മൂത്തായിരുന്നോ? ഒപ്പയ്ക്ക് എത്ര? 3 മാസത്തിന് മുമ്പേ. 3. കൂടുതലൊന്നും പോകും. അമ്മാമ്മ കല്യാണം കഴിച്ച് ഫസ്റ്റ് കൊച്ചായപ്പോ അമ്മാമ്മക്ക് 20 വയസ്സേ ഉള്ളൂ. അപ്പൊ അമ്മാമ്മ എത്രാമത്തെ വയസ്സ് കല്യാണം കഴിച്ചു? 20 വയസ്സ്. അല്ല 19ാമത്തെ വയസ്സ്. 19ാമത്തെ വയസ്സ് കല്യാണം കഴിച്ചു. വല്യപ്പയ്ക്ക് അപ്പൊ എത്ര വയസ്സുണ്ടായിരുന്നു? 31ാമത്തെ വയസ്സ്. 11 വയസ്സുള്ള പെൺകൊച്ചിനെ പെൺകൊച്ചിനൊക്കെ വല്യപ്പ കല്യാണം കഴിച്ചത്. തിരിച്ചു പറയാനോ പപ്പായെ പോലീസിനെ കൊണ്ട് വിടുവിക്കും. നിന്റെ അപ്പുവേ നിന്റെ ഇവളവിടെ നിൽക്കട്ടെ. നീ നിങ്ങളുടെ ലവ് മാരേജ് ആയിരുന്നു അറേഞ്ച് മാരേജ് ആയിരുന്നു? അറേഞ്ച് മാരേജ് ആയിരുന്നു. ചെറുതായിട്ട് ലവ് ചെയ്യാൻ നോക്കി. ഞാൻ പറഞ്ഞു മടി നോക്കാം. യൂട്യൂബിലുണ്ട്. അമ്മയും വല്യപ്പൻ തമ്മിൽ എത്ര വയസ്സിന്റെ വ്യത്യാസമുണ്ട്? ഞങ്ങളോ ഇവനെ ആ ഒരു ദിവസം എന്നെ സ്കൂളിൽ വിട്ടില്ല. അമ്മച്ചി വന്നിട്ട് പോയാ മതി എന്ന്. അമ്മച്ചി കച്ചവടത്തിന് പോയിരിക്കുക. എന്റെ അമ്മച്ചി വന്നിട്ട് പോയാ മതി എന്നും പറഞ്ഞു. ആണോ? അമ്മച്ചി അതുവരെ വല്യപ്പ സ്കൂളിൽ വിട്ടു. അപ്പൊ വല്യപ്പ സ്കൂളിൽ പോകാൻ ഞാൻ പഠിക്കാഞ്ഞതിന്റെ കാരണം പപ്പയാണോ? ഞാൻ ഒരു ദിവസം പോയില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ദിവസം പോയതുകൊണ്ട് വല്യപ്പ 10ാം ക്ലാസ് പോയി. ഇല്ല വല്യപ്പ? ഞാൻ 7ൽ പഠിക്കുമ്പോൾ എന്റെ അമ്മച്ചി വന്നിട്ട് പോയാ മതി. പപ്പ ഭയങ്കര വഴക്കാളിയായിരുന്നോ ചെറുപ്പത്തിൽ? ഒന്നുമില്ല, നല്ല വഴക്കിട്ട് ഒരു ദിവസം ഇവനും അനിയനും കൂടെ വഴക്കിട്ട്. അപ്പൊ അനിയൻ അന്ന് പായിപ്പാട്ടെന്ന് വന്നതാ. നേരെ സന്ധ്യയാകുന്നു. അവൻ പണങ്ങി നേരെ അക്കരെ അങ്ങ് പോയി. വളത്തെ കയറി പോയോ? ഞാൻ ഇവന്റെ സൈഡ് ചെയ്തൊന്നും പറഞ്ഞു. ആഹാ, വലുപ്പൊക്കെ അന്നേ പിണങ്ങി പോക്കൊണ്ടായിരുന്നു. എന്നിട്ട് അവിടെ ചെന്ന് അവിടെ വീട് കിടപ്പൊക്കെ പിന്നെ അവിടെ നിന്ന് കൊണ്ടുപോയി. പിന്നെ എത്ര നാൾ അവിടെ നിന്നു? കൊറേ നാൾ അവനവിടെ നിന്നു. പിന്നെ കൊണ്ടുപോയി. കൊള്ളാലോ, അന്നൊക്കെ എന്ത് സ്വാതന്ത്ര്യമായിരുന്നേ. പിണങ്ങി പോണെങ്കിൽ പോകാം. അമ്മയെ കെട്ടിയിട്ടില്ല. നിന്റെ അമ്മയൊക്കെ നിന്റെ അമ്മ വിജയായിട്ടിരിക്കും. ആ വിജയ ഞങ്ങളുടെ വിജി. നിന്റെ പപ്പായിട്ട പേരാ വിജി. ആണോ? അമ്മയുടെ പേരാ വിജി. ഗൈസ്, അതായത് അമ്മയും പപ്പായും ലൈനായിരുന്നു. അപ്പൊ അമ്മയുടെ വീട്ടിൽ വിളിക്കുന്ന പേരായിരുന്നു വിജി. ആ ഒരു ഇതിന് വേണ്ടിയിട്ട് പപ്പ അമ്മാമ്മയ്ക്ക് കുഞ്ഞുണ്ടായപ്പോ കൊച്ചിന് വിജിന്ന് പേരിട്ടു. നിങ്ങൾക്ക് വേറൊരു രസം കേൾക്കണം. പറഞ്ഞോ. ഈ ആലോചനയെ കുറിച്ച് വഴക്കുണ്ടായ ആള് സ്ഥലം വിട്ടു. ആര്? പപ്പായോ? വടക്കം പായിപ്പാട്. പിന്നെ അനിയനും 3-4 പേരും കൂടെ സൈക്കിള് കൂലിക്ക് എടുത്തോണ്ട് പോയി. രാത്രി കണ്ടുപിടിച്ചു. ഉടനെ വരുന്നില്ല. അമ്മയെ കെട്ടിച്ചു കൊടുക്കുന്നില്ലെന്ന് പറഞ്ഞിട്ട് വഴക്കുണ്ടാക്കി പപ്പ വീട്ടിൽ നിന്ന് പോയി. ഞാൻ ഒരാഴ്ച കഴിഞ്ഞ് കുട്ടിക്കൊണ്ട് പോയി. ആണല്ലേ? പപ്പയ്ക്ക് നല്ലത് കിട്ടിയിട്ടുണ്ടല്ലേ? അനിയനും കൂടെ ചേരത്തില്ല. കൊച്ചുവല്ലിപ്പയോ? എന്നിട്ട് അയ്യോ, എന്തൊരു സ്നേഹം, എന്തൊരു സ്നേഹം. എന്നിട്ട് ഞാൻ പിന്നെ പോയി. മദ്രാസ് ജോലി ചെയ്യുമായിരുന്നു. ഇവിടുന്ന് എങ്ങാണ്ട് പോവാന്ന് പറഞ്ഞോണ്ട് നേരെ മദ്രാസിൽ ടിക്കറ്റ് ഷെൽഫേ വെച്ച് അതേപോലെ ഷെൽഫേ വെച്ച് എന്തിനാന്നറിയാം നമ്മൾ അറിയണം. അതെ, മദ്രാസിൽ. അതേപോലെ അവിടെ ചെന്നിട്ട് അമ്മ അവിടുന്ന് അങ്ങാണ്ട് പപ്പായിക്ക് ഒരു കൈലിയെങ്ങാണ്ട് വാങ്ങിച്ചു കൊടുത്തു. അത് അലക്കി അമ്മയുടെ വീട്ടുകാർ കാണുന്ന പോലെ മുറ്റത്ത് വിരിച്ചിട്ടുണ്ടായിരുന്നു. മദ്രാസിൽ നിന്ന് കൊണ്ടുവന്ന കൈലി അത് അറിയിക്കാൻ. പപ്പാടെ പഴയ ലവ് സ്റ്റോറിയാ പറയുന്നത്. എന്നിട്ട് വല്യപ്പയ്ക്ക് ലവ് സ്റ്റോറി ഒന്നും ഇല്ല. വല്യപ്പ അന്നേ പക്ക ഡീസന്റ് ആയിരുന്നു. പഠിക്കണം, ജോലി ചെയ്യണം, അല്ലേ? ജോലി ചെയ്തു. എന്നിട്ട് 3-4 പേര് ഇവിടുന്ന് സൈക്കിളെ പോയി. പപ്പയെ പിടിച്ചോണ്ട് കണ്ടുപിടിച്ചു. മരിച്ചില്ലെന്ന് ഇന്നലെ കെട്ടിയാലേ ഞാൻ തിരിച്ചു വരത്തുള്ളത്. എന്നിട്ട് അത് നിങ്ങളുടെ വല്യമ്മയായിട്ട് ഭയങ്കര വഴക്കായിരുന്നു. അവനല്ല, അനിയനുമായിട്ട്. ഈ വല്യമ്മച്ചിയും അനിയ വല്യപ്പയും തമ്മിൽ ഇത്തരം പ്രശ്നം ഉണ്ടാകാൻ കാര്യം എന്തോ? പ്രശ്നം ഉണ്ടാകാൻ കാരണം ഈ കാര്യം പറഞ്ഞു ഉടക്കി. അവര് കെട്ടിച്ചു കൊടുക്കത്തില്ലെന്ന് ഇവന് കെട്ടണം. ഇത് ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടാക്കി നടന്നൊരു കല്യാണമാണല്ലേ? അങ്ങനെ വലിയ പ്രശ്നം ആദ്യം സാലിയായിട്ടായിരുന്നു വലിയ കൈ. ആര്? പപ്പായോ? സാലി. അത് കഴിഞ്ഞ വിമലയെ
ചോറ് കൊണ്ടുപോകേ. നീ ഇപ്പൊ ഇതൊക്കെ ചെന്ന് വിമലയോട് പറയാനായി. ചോറ് നിന്റെ പപ്പ കഴിക്കും. എന്താ എനിക്ക് മനസ്സിലായില്ലടാ, ഒന്നൂടെ കേട്ടില്ല. എന്താ അമ്മാവേ? കുഞ്ഞിനൂടെ ചിരി വരും. അമ്മാവ എന്താ അമ്മാവ കേട്ടില്ല, കഥ തൊട്ട് പറഞ്ഞേ. അമ്മാവ ആ കഥ എന്താ പറഞ്ഞേ? നിന്റെ പപ്പായെ വീട്ടിൽ നിന്ന് ചോറും കൊണ്ട് പോകും. വലിയ ചോറൊക്കെ പൊതി കെട്ടി പാത്രത്തിൽ കൊടുത്തു വിടും. നിന്റെ അമ്മ ഇങ്ങോട്ട് വരുമ്പോ നമ്മുടെ അവിടെ ഒരു വലിയ പ്ലാവുണ്ട്. അവിടെ വരുമ്പോ ആ ചോറ് പാത്രം നിന്റെ പപ്പായി കൊടുത്തിട്ട് നിന്റെ പപ്പാടെ മേടിച്ചോണ്ട് നിന്റെ അമ്മയാകും പോകും. വെച്ച് വെക്കുന്ന കൂറ പപ്പ അതൊക്കെ അത് കൊറേ കഴിച്ചതുകൊണ്ടായിരിക്കും. അതിന് പപ്പയ്ക്ക് വെല്ലുവെച്ച് വെക്കുന്ന മീൻകറി ഒന്നും ഇഷ്ടമല്ലല്ലോ, അതിന് ഉപ്പ് കഴിക്കില്ലതല്ലോ എന്നൊക്കെയല്ലേ പറയുന്നത്. അന്ന് പ്രേമമായതുകൊണ്ട് സ്നേഹത്തോടെ കഴിച്ചു, അമൃതം പോലെ വെല്ലുവെച്ചുണ്ടാക്കുന്ന സാധനം എല്ലാം കഴിച്ചു. അത് നമ്മുടെ അരിയ കൊച്ചിപ്പാപ്പൻ വെല്ലിപ്പാപ്പൻ കണ്ടാലുണ്ട്. കൊച്ചു വല്യപ്പ അന്ന് അവിടെ ഇടുതാശം അത് ഇതിന്റെ അപ്പനൊന്നും കഴിക്കുന്നില്ല. എന്തൊരു പ്രേമമായിരുന്നു. അതെ, വെല്ലുമീന്റെ മുറിയിൽ ഒരു കട്ടിലുണ്ട്. ആ കട്ടിലിന്റെ ജനലെ വന്ന് നോക്കാമെങ്കിൽ നിങ്ങളുടെ അമ്മയുടെ അവിടുത്തെ വീടിന്റെ അകത്ത് എല്ലാം കാണാം. ഈ കട്ടിലെ വന്ന് കിടക്കുന്നത് എന്തിനാന്ന് എനിക്കറിയത്തില്ല. ഞാൻ ഇങ്ങനെ അവിടെ കിടക്കുകയാണെങ്കിൽ ഇവിടെ കയറി കിടക്കും, അങ്ങോട്ട് നോക്കി. അങ്ങനെ നാടിളക്കി കല്യാണം കഴിച്ച ആളാണ് ഈ കിടക്കുന്നത്. അതെ ഗൈസ്, ഇനി വീട്ടിൽ ചെന്ന് കഴിയുമ്പോ ഉണ്ട്. ഇവരെന്തിനാ അവിടെ പോയി നിന്നത്? ടൈം പാസിനാണോ മദ്രാസ് വരെ പോയി ജോലി ചെയ്തത്? അതെ പപ്പയും അമ്മയുടെ ലവ് സ്റ്റോറി സഹിക്കാൻ വേദ വെല്ലുവെച്ച് അമ്മ നാട് കടത്തി മദ്രാസിന് വിട്ടു. അപ്പൊ പപ്പ ട്രെയിൻ പിടിച്ച് മദ്രാസിന് പോയി. അതെ, അപ്പൊ ഈ കഥയൊക്കെ ഞങ്ങൾ അറിയുന്ന എങ്ങനെയാണെന്നറിയോ? റേച്ചൽ ആന്റിയാണ് എല്ലാം പറഞ്ഞിരുന്നത്. റേച്ചൽ ആന്റി എന്ന് വെച്ചാൽ അമ്മയുടെ അനിയത്തി. ആന്റി കുറെ കഥയൊക്കെ പറഞ്ഞുതരും. അപ്പൊ ചോദിച്ചാൽ പറയും ഇതൊക്കെ ചുമ്മാ റെഡി. അമ്മയാണെങ്കിൽ ഒന്നും വരത്തില്ല. അമ്മയുടെ എന്തെങ്കിലും ലവ് സ്റ്റോറി വെച്ചാൽ പാടി പറ്റും. അന്നും അങ്ങനൊന്നും ഇല്ലായിരുന്നു എന്നൊക്കെ പറയും. ചുമ്മാ മെയിൽ ഷോവനിസ്റ്റ് ഫാമിലി അല്ല. ഞങ്ങളുടെ വീട്ടിൽ പപ്പായും കുക്ക് ചെയ്യും, അമ്മയും കുക്ക് ചെയ്യും, എല്ലാരും കുക്ക് ചെയ്യും. എല്ലാരും ചെയ്യും, അപ്പവും ചെയ്യും, എല്ലാരും ചെയ്യും. അതായത് ഒരു വീടെന്ന് വെച്ചാൽ ഭാര്യ മാത്രമല്ല ജോലി ചെയ്യേണ്ടത്, ഭർത്താവും ജോലിയാണ് ഈക്വൽ. മക്കള് വെറുതെ ഇരിക്കണം, അപ്പനും അമ്മ നല്ല പണി എടുക്കണം. പിന്നെ ഗാനമെല്ലാം അടുപ്പിച്ചെന്നാ പറയാ ജോലി പരീശ്ശേരി ജഗന്നു കിടക്കുന്ന ഗാനങ്ങൾ അടുപ്പിച്ച് കൊണ്ട് കൊടുത്തു. സ്പെഷ്യൽ ചിക്കൻ കറിയാ. എത്ര ഒരു വയസ്സ് 1.5 വയസ്സായോ? പെണ്ണെ കുറിച്ചുള്ള ഏറ്റവും ഓൾഡസ്റ്റ് മെമ്മറി എന്താണെന്നറിയോ? ഞാൻ പറയട്ടെ, ഞാൻ ഇവിടെ വന്ന് നിൽക്കുമ്പോൾ അമ്മാമ്മ എന്നെ കൊണ്ട് കടയിൽ പോയിട്ട് വളയൊക്കെ വാങ്ങിച്ചിരുന്നു. നമ്മുടെ അമ്മയ്ക്ക് അങ്ങനത്തെ ഇതൊന്നും ഇല്ലെന്ന് നെഞ്ചലിന് അറിയാലോ. പെമ്പിളാരാണ് ഒരുക്കിക്കൊണ്ട് നടക്കണം, അങ്ങനത്തെ ഇതൊന്നും വിചാരങ്ങളൊന്നും അമ്മയ്ക്ക് പണ്ടേ ഇല്ല. അപ്പൊ അമ്മാമ്മയുടെ അടുത്ത് വരുമ്പോഴത്തേക്ക് അമ്മാമ്മ കടയിൽ കൊണ്ടുപോയിട്ട് വളയൊക്കെ വാങ്ങിച്ചു തന്നിട്ട് പറയും പെങ്കൊച്ചുങ്ങളാണ്, വളയിടണം, ഒരുങ്ങിയൊക്കെ നടക്കണോന്നൊക്കെ പറഞ്ഞിട്ട്. ടാറ്റ പറഞ്ഞേക്കെ കുഞ്ഞു, ടാറ്റ പറ. ടാറ്റ പറ അപ്പച്ചനോട് ടാറ്റ പറ. ബൈ ബൈ ഗൈസ്, ടാറ്റ. പോവാണേ, ബൈ ബൈ. ഹാപ്പി ക്രിസ്മസ് ആയിട്ട് ഏഞ്ചലിന്റെ ഫോൺ അടിച്ചു പോയിട്ടുണ്ട്. അപ്പൊ ഇന്ന് എന്തായാലും പുതിയ ഫോൺ വാങ്ങിക്കണം. ഹലോ, ഫ്രണ്ട് ക്യാമറ തന്നെ എടുക്കാം അല്ലേ? ബാക്ക് ക്യാമറയിൽ എടുത്താല് ഞാൻ ബാക്ക് ക്യാമറയിൽ കുറച്ച് ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ട് വീഡിയോ എടുക്കും ഗൈസ്. പക്ഷെ അപ്പൊ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാല് തിരിച്ചു പിടിച്ചെടുക്കുന്നതുകൊണ്ട് എനിക്ക് മനസ്സിലാവുന്നത് എന്റെ തലയും കാലും ഒക്കെ ആയിരിക്കും കിട്ടുന്നത്. അപ്പൊ നമ്മളിപ്പോ പൊക്കോണ്ടിരിക്കുന്നത് സിൻഡോയുടെ അടുത്തേക്കാണ്. ഇന്ന് ക്രിസ്മസ് ഡേ ആണ്, December 25. അപ്പൊ ഇന്ന് എന്താണ് സംഭവം എന്ന് വെച്ചാൽ ഇന്നത്തെ ദിവസത്തിൽ ക്രിസ്മസ് മാത്രമല്ല പ്രത്യേകത, സിൻഡോ ആക്ച്വലി ഇന്ന് ജോലിക്ക് വേണ്ടിയിട്ട് പോവാണ്. മെഡിക്കലെല്ലാം ഓൾറെഡി റെഡി ആയിട്ടിരുന്നതാണ്. ഞാൻ ഇതിന് മുമ്പിൽ എടുത്ത പോർഷനിൽ പറഞ്ഞെന്ന് എനിക്ക് തോന്നുന്നു. ഇതുപോലെ ഇന്നലെയാണ് ശരിക്കും പറഞ്ഞാൽ അച്ഛൻ, ഞങ്ങളുടെ കസിൻ ബ്രദറിനാണ് ഇതെല്ലാം ചെയ്യുന്നത്. അച്ഛൻ പെട്ടെന്ന് ടിക്കറ്റ് എടുത്ത് കൊടുത്തു. അപ്പൊ ഇന്നലെ രാത്രി പോയിട്ട് പെട്ടിയും ഡ്രസ്സും ഷൂ ഒക്കെ വാങ്ങി ഇന്നിപ്പോ പോവാണ്. അപ്പൊ സഡൻ ആയിട്ട് ഉണ്ടായതുകൊണ്ട് സിൻഡോയ്ക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അല്ലേ? അപ്പൊ ആക്ച്വലി ഭയങ്കര അൺറിയൽ ആയിട്ട് തോന്നുന്നു, എല്ലാം പെട്ടെന്ന് നടന്നതുപോലെ. ഏഞ്ചൽ, വാട്ട് ഡു യു തിങ്ക്? നമ്മുടെ അപ്പുവാണ് കുറച്ചുകൂടി ഏതെങ്കിലും
എൻജോയും ഏകദേശം ഒരേപോലെയാണ്. ഒരു ത്രോത്തും വന്നിട്ടില്ല. എന്നുവെച്ചാല് ഇപ്പം ഇപ്പൊ അപ്പു ആണെങ്കിലും സിൻഡ ആണെങ്കിലും ഇവർക്ക് 24 ഒക്കെ ആയെങ്കിലും നമ്മുടെ കണ്ണിൽ ആക്ച്വലി ഇവര് ഭയങ്കര പിള്ളേരാണ്. ഇപ്പം സിൻഡോയുടെ കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് സിൻഡോയെ കുറിച്ചുള്ള ഏറ്റവും ഓൾഡസ്റ്റ് മെമ്മറി എന്ന് പറയുന്നത് ഞങ്ങൾ പള്ളിയിൽ പോകുന്ന സമയത്ത്, അതായത് സിൻഡോയുടെയൊക്കെ വീട് ഞങ്ങളുടെ പള്ളിയുടെ അടുത്താണ്. പള്ളിയിൽ പോകുന്ന സമയത്ത് കൊച്ചേച്ചി, ഞാൻ, ഏഞ്ചൽ ഞങ്ങളെല്ലാവരും നടന്നു പള്ളിയിലേക്ക് പോകുമായിരുന്നു. അപ്പൊ സിൻഡോ തീരെ കുഞ്ഞാണ്. അപ്പൊ കൊച്ചേച്ചി പണ്ട് ചെറുപ്പത്തിൽ പറയുന്നത് സിൻഡോ ഭയങ്കര സുന്ദരനാണെന്ന്. എന്നിട്ട് വീടിന്റെ അവിടെ വരുമ്പോ ഏഞ്ചൽ ഓർമ്മയുണ്ടോ അത്? സുന്ദര എന്നും പറഞ്ഞിട്ട് കൊച്ചേച്ചി സിൻഡോ എപ്പോഴും വിളിച്ച് കളിയാക്കും. പിന്നെ ആണെങ്കിൽ സിൻഡോയുടെ നിക്കർ ഇടാത്തൊരു ഫോട്ടോ അവിടെ എന്തോ ഉണ്ടായിരുന്നു. അതിൽ അവൻ എന്തോ നിക്കർ വരച്ചു വെച്ചു, അവന് ഭയങ്കര നാണക്കേട്, അങ്ങനെ എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവനാണെങ്കിൽ അവന്റെ വീടിന്റെ ഭിത്തിയില്, ഇതാണ് എനിക്ക് അവനെ കുറിച്ച് ഓർമ്മയുള്ള ഏറ്റവും ഫണ്ണി ആയിട്ടുള്ളൊരു മെമ്മറി, അവന്റെ വീടിന്റെ ഭിത്തിയിലെല്ലാം അവനിങ്ങനെ പടങ്ങൾ വരച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഒരു പടം കണ്ടപ്പോൾ ഞാൻ ഇത് ആരാന്ന് ചോദിച്ചു. അപ്പൊ ചേച്ചിക്ക് മനസ്സിലായില്ല ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല ആരാത്, ദുൽഖർ സൽമാനാന്ന് പറഞ്ഞു. ദുൽഖർ സൽമാനെ വരച്ചു വെച്ചത് കണ്ടിട്ട് ഞാൻ കുറെ നേരം നിന്ന് നോക്കി എന്ന് ചിരിച്ചു പോയായിരുന്നു. അപ്പൊ ആ സിൻഡോ, ആ കുട്ടിയായ സുന്ദരൻ സിൻഡോ പോവാണ്. അവരെപ്പോഴെന്നെ പറഞ്ഞ് കളിയാക്കുന്നത് എന്താണെന്ന് വെച്ചാല്, എനിക്ക് എങ്ങോട്ടേലും പോകാനുണ്ടെങ്കിൽ ഞാൻ അവനെ വിളിക്കുമെന്നായിരുന്നു പറയുന്നത്. എന്ന് വെച്ചാൽ അപ്പു ഇവിടെ ഇല്ലാഞ്ഞ സമയത്തെല്ലാം ഞങ്ങളുടെ കോൾമി ട്രാവലർ ആയിരുന്നു സിൻഡോ. എവിടെ പോകണമെങ്കിലും ആക്ച്വലി പപ്പാടെയൊക്കെ ഒരു പോലാണ് സിൻഡോ. ഇപ്പൊ അപ്പു ആണെങ്കിൽ ഞാൻ ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷൻ, സിൻഡോ സച്ചിനും അതുപോലാണ്. ഇപ്പൊ അപ്പുവിന്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ ഞാൻ ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ഇറങ്ങിയിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതാണ് അപ്പുവിന് ഇഷ്ടം. അപ്പുവിന് എവിടെ പോസ്റ്റ് ആവുന്ന ഇഷ്ടമല്ല. നീ റെയിൽവേ സ്റ്റേഷൻ എത്തുമ്പോൾ വിളിക്ക് എന്നിവൻ പറയും. പക്ഷെ സിൻഡോ ഒക്കെ ആണെങ്കിൽ ചേച്ചി കരുനാപ്പള്ളി ആവുമ്പോൾ പറയണേ, കായംകുളമാകുമ്പോൾ പറയണേ എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നതിന് മുമ്പേ തന്നെ ഇറങ്ങി അവിടെ വന്ന് എത്ര നേരം വേണേലും വെയിറ്റ് ചെയ്തെങ്കിൽ പപ്പായ്ക്ക് ആ ഒരു സ്വഭാവമുണ്ട്. കുഞ്ഞു ഭയങ്കര കളിയാണ്. അപ്പൊ നമ്മൾ അവിടേക്ക് പോവാണ്. സിൻഡോയുടെ ലാസ്റ്റ് ഡേ ആണ് ഇതിവിടെ. ഇത് കഴിഞ്ഞിട്ട് സിൻഡോ മേ ബി 2 വർഷം, എത്ര വർഷത്തേക്ക് ലീവ് ഉണ്ടാവും, ലീവ് എത്ര നാള് ഉണ്ടാവും അറിയില്ല. ഇവൻ ആദ്യമായിട്ട് ജോലിക്ക് വേണം. അത് നാട്ടിൽ ഇവൻ ജോലിക്കൊന്നും കേറിയിട്ടില്ല. എനിക്ക് അതും ഒരു ഇതുണ്ട്. പക്ഷെ എനിക്ക് ഇതിനേക്കാളൊക്കെ എയർപോർട്ടിൽ ഇവർ എന്ത് ചെയ്യുമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഞാൻ പ്രാവശ്യം ഫ്ലൈറ്റ് കയറിയിട്ടുള്ളതുകൊണ്ട് എനിക്കതൊരു കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരുന്നു. മോര് അച്ചാറൊക്കെ കൊണ്ടുപോയിട്ട് എയർപോർട്ടുകാർ അതൊക്കെ എടുത്ത് എറിയുമായിരുന്നു. എന്റെ മോര് കറിയൊക്കെ എറിയുമായിരുന്നു അവര്. അപ്പൊ ഇവൻ അതൊക്കെ ഇവൻ എങ്ങനെ അത് ഹാൻഡിൽ ചെയ്യുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും നമ്മളിപ്പം ഇവിടെ എത്തിയിട്ടുണ്ട്. അവനെ കൊണ്ടുവിടാൻ പോകുന്നത് ഞാനും അപ്പും സച്ചിനും കൂടാണ്. നമ്മൾ 3 പേരുമാണ് പോകുന്നത്. വേറെ വീട്ടുകാരും വരുന്നില്ല. അപ്പോൾ ഇവിടെ ഇറങ്ങാം. ഇത് ആക്ച്വലി ഒരു വ്ളോഗായിട്ട് എടുത്തു വെക്കുന്നതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് പിന്നീട് കാണാമല്ലോ. എല്ലാ വ്ളോഗും എടുത്തു വെക്കുന്നതിന് ഉദ്ദേശം അത് തന്നെയാണ്. എന്നാലും ഇങ്ങനെയുള്ള സാധനങ്ങൾ നമുക്ക് പിന്നെ എടുത്ത് കാണുമ്പോഴത്തേക്ക് ഒരു ഭയങ്കര രസമായിരിക്കുമല്ലോ. ഉള്ളിലേക്ക് പോകാം. സിൻഡോ പോകാൻ പോവാ. ഈ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ട് സിൻഡോ അവിടെ ചെന്നിട്ടായിരിക്കും സിൻഡോ കാണുന്നത്. സിൻഡോയുടെ എന്താ പറയാനുള്ളേ? ഇല്ല, ഇപ്പൊ പറഞ്ഞല്ലേ വീഡിയോ അവനവിടെ എത്തിക്കഴിയുമ്പോൾ അവന് കാണാൻ പറ്റത്തുള്ളൂ. ഇപ്പൊ ഞാനെന്തോ മോനെ പറയണ്ടേ, എനിക്കങ്ങനെ പോകുന്നില്ല, എനിക്ക് സന്തോഷമേ ഉള്ളൂ, വിഷമമൊന്നുമില്ല. ഇനി ഇങ്ങോട്ട് പോകുമ്പോ ഇറങ്ങുന്നുണ്ടെങ്കിൽ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുക്കും. വല്യപ്പായ്ക്ക് മക്കളുടെ ഏറ്റവും ഇഷ്ടം ആരെയാ? എനിക്ക് ഏറ്റവും ഇഷ്ടം എന്റെ ഇളയ മോനെയാണ്. സിൻഡോ മോനാണ് ഏറ്റവും ഇഷ്ടം. അതെന്താ? എനിക്ക് വല്ലപ്പോഴും ഒരു ചെറുത് മേടിക്കൊണ്ട് തരുന്ന. ഓ പിന്നെ എന്താണ്, അതുകൊണ്ടാണോ സിൻഡോ മോനെ ഇഷ്ടം? അതുകൊണ്ടാണ് ഇഷ്ടം. മക്കളുടെ ഏറ്റവും ഇഷ്ടം സിൻഡോയാണ്. സിൻഡോ പോയിട്ട് ഇതെല്ലാരും കേക്കട്ടെ, എല്ലാരും അറിയട്ടെ വല്യപ്പായ്ക്ക് ഏറ്റവും ഇഷ്ടം സിൻഡോ മോനോട്, അതല്ലേ? ഏഞ്ചൽ ഉപദേശി. ബൈ ബൈ. എന്നിട്ട് കരഞ്ഞില്ല സിൻഡോ എടാ സച്ചിന്, ഞാൻ ഈ വ്ളോഗ് എടുത്ത് വെക്കുന്നത് എന്തിനാന്നറിയാവോ? അതെ സിൻഡോ, നീ ഇപ്പൊ അവിടെ പോയി കഴിയുമ്പോ ഞാൻ ഈ വീഡിയോയുടെ ലിങ്ക് നിനക്ക് അയച്ചുതരാം. അപ്പൊ നിനക്ക് കാണുമ്പോഴത്തേക്ക് നല്ല രസം ഉണ്ടായിരിക്കും. അപ്പൊ ഇപ്പൊ നമ്മൾ എന്താണ് ഇതെന്താ സംഭവം? ആളോട് ഒരു താല്പര്യമുണ്ട്, ഒരു ക്രഷ്. സോ സിൻഡോയുടെ ക്രഷിന്റെ വീടിന്റെ മുമ്പിൽ കൂടെയാണ് നമ്മൾ പോകുന്നത്.
ലൊക്കേഷൻ മറച്ചു വെക്കാൻ വേണ്ടിട്ട് ഞാനിപ്പോ ഇങ്ങോട്ട് മാത്രം കാണിക്കാം. ഇല്ല അത് കട്ട് ചെയ്തോളെ, ആ പോഷൻ കട്ട് ചെയ്യും. ഇനിയും തിരിച്ചു പോയിക്കോട്ടെ, ഇനിയും കടിശ്ശേരിക്ക് പോവാലോ. എടാ സിന്റെ ഈ വീട് കാണാൻ വേണ്ടിട്ടാണോ വന്നത്? നിനക്ക് വീടൊന്നും കണ്ടാ മതിയായിരുന്നോ? ഗൈസ് ഒരു പ്രത്യേകതര സ്നേഹമാണ് സിന്റേക്ക്. സിൻഡോ എന്താടാ അങ്ങനെ സിൻഡോയുടെ ക്രഷിന്റെ വീട് നമ്മൾ കണ്ടിട്ട് നമ്മളിപ്പോ തിരിച്ചു പോവാണ്. ഇവളെന്താ പുറത്തേക്കുന്നത്? ഇവളാണോ ഇനി ഇവന്റെ ലൈഫ്? ഫുഡൊക്കെ കഴിച്ച് ചില്ല് ചെയ്ത് പതുക്കെ പോകാം. ഓക്കെ ഓക്കെ സിൻഡോ, എന്റെ ഫോൺ കണ്ടോ? എന്റെ ഏത് വീഡിയോ നീ കണ്ടില്ലല്ലോ, ഈ വീഡിയോ നീ കാണണം. മസ്റ്റായിട്ട് നീ കാണണം. മസ്റ്റ് വാച്ച് നിനക്ക് വേണ്ടിട്ടുള്ള വീഡിയോ ആണ്. സിൻഡോ ഞാനൊരു കാര്യം ചെയ്യട്ടെ, നിന്നെ ഇന്റർവ്യൂ ചെയ്യാം. ബാ, ഇവിടുന്ന് പോയി കഴിഞ്ഞാല് നീ ഈ നാട്ടിലുള്ളതില് വീട്ടിലുള്ളതിൽ ഏറ്റവും കൂടുതൽ ആരായിരിക്കും മിസ് ചെയ്യുന്നേ? ഏഞ്ചലിന്റെയോ? അതാ അതാ പെട്ടെന്ന് ഏഞ്ചൽ പാസ്. അതല്ലടാ ഞാൻ ചെയ്യാം. ഇപ്പൊ സച്ചിൻസിന്റെ വല്യപ്പ അമ്മാമ്മ എല്ലാരും ഉണ്ട്, അപ്പു ഷൈന് ആരൊക്കെ ഉണ്ട് നിന്റെ സർക്കിള്? അതില് വൈ ഏഞ്ചലാണ് ട്രൂ ആയിട്ട് നിൽക്കുന്നത്, ബാക്കി എല്ലാരും ഫേക്ക് ആണ്. ഏഞ്ചൽ തള്ളോ? ഏഞ്ചൽ ഇവനോട് പറയാം വേറൊരു മൈൻഡ്. ഏഞ്ചൽ വേറൊരു മൈൻഡ്. വിശ്വാസപരമായിട്ടൊരു മൈൻഡ്, വിശ്വാസം ഇല്ലാത്ത എന്നുവെച്ചാ ഏഞ്ചലാണ് നിന്നോട് എപ്പോഴും പറയുന്നത് പ്രാർത്ഥിക്കണം, അതൊക്കെ അല്ലേ? എനിക്ക് അതെന്തോന്ന് ഇഷ്ടം, ഗൈസ് ചുമ്മാതാണ്. ഇവൻ പള്ളി പോകാത്തതിനും പ്രാർത്ഥിക്കാത്തതിനും അമ്മാമ്മയുടെ വായിന്ന് ഞാൻ കൊറേ തെറി കേട്ടിട്ടുള്ളതാണ്. അതായത് ഇവൻ പ്രാർത്ഥിക്കാത്തതിനും പള്ളി പോകാത്തതിനും അമ്മാമ്മ പറഞ്ഞുകൊണ്ടിരുന്നത് ഞാനാണ് ഇവനെ വഷളാക്കിയെന്ന് പറഞ്ഞിട്ട് ഞാൻ കൊറേ തെറി കേട്ടിട്ടുള്ളതാണ്. ഞാൻ നിന്നെ വഷളാക്കിയതല്ലല്ലോ, നീ സ്വന്തമായിട്ട് പോകാതായതല്ലേ. ഞാൻ വഷളാക്കിയതാണോടാ? ആ ഞാൻ വഷളാക്കിയതല്ലായിരുന്നു. പക്ഷെ വീട്ടിൽ പറയുന്നത് അങ്ങനെയായിരുന്നു. എന്നെ തെറ്റിദ്ധരിച്ചു. ഞാൻ ക്യാമറ നോക്കിയിട്ടാണ് സംസാരിക്കുന്നത്. സച്ചിനാണ് എന്റെ വീഡിയോസ് ഒക്കെ കണ്ടിട്ട് ഭയങ്കര കീനായിട്ട് ഒബ്സർവ് ചെയ്തിട്ട് എനിക്ക് സജഷൻസ് തരുന്ന കേട്ടോ. എന്റെ വീഡിയോ ഒക്കെ കണ്ടിട്ട് പറയും അൻസു ആ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് അതവിടെ വേണ്ടായിരുന്നു, അത് ശരിയായില്ല, അതൊക്കെ അങ്ങനെ തന്നെയല്ലേ നീ പറഞ്ഞ, അതൊക്കെ പിന്നീട് ഭയങ്കര പ്രശ്നമാകുന്നോ? വൈറലാവുമ്പോ പ്രശ്നം. അതെ വൈറലാവോ പ്രശ്നമാവോ എന്നൊക്കെ പറഞ്ഞ സജഷൻ ഏത് വീഡിയോ വൈറലാവാൻ. ഇപ്പൊ ഇങ്ങനെ സിൻഡായിട്ട് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുക. എന്നിട്ട് സൗണ്ടിന് പാട്ട് കുറച്ചുകൂടാം. ഇതേതായി സ്ഥലം ഏതായി? ചിങ്ങവനായിട്ടാണ്. ഇപ്പൊ സിൻഡായിട്ട് ഇങ്ങനെ ഓരോരോ കഥകൾ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം അപ്പോഴാണ് ഞാൻ പെട്ടെന്ന് ഒരു സാധനം പറഞ്ഞത്. സിൻഡോ പണ്ട് നമ്മൾ റോഡിൽ കിടന്ന് അടിയുണ്ടാക്കിയത് അറിവേണ്ട ഉണ്ടോ? അയാളുടെ പേരെന്തായിരുന്നു? അപ്പു റോഡിൽ നമ്മൾ ഒരാളോട് തല്ലുണ്ടാക്കില്ലേ? ഞങ്ങളുടെ നാട്ടിൽ തന്നെ ഉള്ള ഒരാള്, അയാളുമായിട്ട് ഞങ്ങൾ റോഡിൽ കിടന്നൊരു തല്ല് പിടിച്ചിട്ടുണ്ട്. അതെങ്ങനെ തുടങ്ങിയത്? നീ ഷൈനും വരുന്നുണ്ടായിരുന്നത്? നിനക്ക് ഓർമ്മയുണ്ടോ? എത്ര നാൾ മുമ്പാണ്? 5 വർഷമായോ? 4-5 വർഷമായി. അപ്പൊ ഞാൻ ആകെ റോഡിൽ കിടന്ന് തല്ലുണ്ടാക്കിയിട്ടുള്ള ഒരു സീൻ ഇതാണ്. പിന്നെ ഉള്ള പട്നയിലുള്ളതാണ്, അത് ഇവർക്കാർക്ക് ആദ്യമാണ് ആ സീൻ വേറെ. നാട്ടിൽ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള ഒരേ ഒരു തല്ലെന്ന് വെച്ചാൽ ഇതാണ്. അതില് എന്തായാലും സംഭവം എന്ന് വെച്ചാല് എനിക്ക് സിൻഡോടെ അതിൽ ഓർമ്മയുള്ള ഒരു സാധനം എന്ന് വെച്ചാല് ഞാൻ ആ തല്ലുണ്ടാക്കിയ ആള്, അതായത് ഒരാളുമായിട്ട് ഞങ്ങൾ കസിൻസ് ഞങ്ങൾ എല്ലാവരോടും ചേർന്ന് അയാളോട് അടി. അപ്പൊ ആണെങ്കില് അവൻ എന്നെ എന്തോ എടി എല്ലാരും, അതാണ് ഒരു സംഭവം. നമ്മുടെ നാട്ടിൽ എല്ലാ ആൾക്കാരും ഓഡിയൻസ് ആണ്. ഞാന്, സിൻഡോ, അപ്പു, വേറെ ആരുണ്ടായിരുന്നടാ? ഷൈന്, ഞങ്ങളെല്ലാം ഒരു ടീം. സച്ചിൻ ഇല്ലായിരുന്നല്ലോ? സച്ചിൻ ഉണ്ടായിരുന്നോ? എല്ലാരും ഉണ്ടായിരുന്നോ? ഞങ്ങള് നമ്മുടെ വീട്ടിൽ ഇരുന്ന് ഞങ്ങള് ചെറിയൊരു പാർട്ടിയായിരുന്നു. അതൊന്നും എനിക്ക് ഓർമ്മയില്ല. മറ്റേ ലിബുവിന്റെ ഒക്കെ ചേട്ടൻ അപ്പുനെ പിടിച്ചു മാറ്റി. അതായത് ഇവൻ ആ ചേട്ടനെ, അതായത് ഈ തല്ലുണ്ടായ സമയത്ത് ഇനി അപ്പു അവിടെ ഇന്ന് കഴിഞ്ഞാൽ അപ്പു ആ പുള്ളി എന്തെങ്കിലും ചെയ്യുമോന്ന് പേടിച്ചിട്ട് അപ്പുനെ പിടിച്ചോണ്ട് മാറ്റി നിർത്തി. അപ്പൊ അപ്പു പറയുന്നത് എനിക്ക് ഓർമ്മയുണ്ട്, ഞാനൊന്നും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ട് അപ്പു പറയുന്നത് എനിക്ക് ഓർമ്മയുണ്ട്. അപ്പൊ ഞാനും നമുക്ക് ഈ തൽക്കാലത്തേക്ക് അടി ഉണ്ടാക്കി അയാളെ എന്ന് വിളിക്കാം. അപ്പൊ ഞാനും ഏയും തമ്മിൽ തർക്കിച്ച സമയത്ത് എന്നെ എടി എന്ന് വിളിച്ചോണ്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞ നീ എന്റെ വീട്ടിൽ പോയി വിളിക്കടാ, നീ എന്ന് പറഞ്ഞിട്ട് അവനെ കുറെ വിളിച്ചു. അപ്പത്തേക്ക് അവൻ ഏതാണ്ട് ദേഷ്യം വന്നിട്ട് എന്നെ ഏതാണ്ട് പറഞ്ഞു. അങ്ങനെ ഞങ്ങളുടെ അത് ഇത് കഴിഞ്ഞിട്ട്, അതായത് വാക്ക് തർക്കം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവൻ എന്നെ അടിക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ വന്നു.
അപ്പൊ ഇവൻ എന്നെ അടിക്കാൻ വേണ്ടി വന്നപ്പോ ഞാൻ ഓർത്ത് എനിക്ക് അടി കൊള്ളട്ടെ, കൊണ്ടിട്ട് ബാക്കി ഞാൻ നിനക്ക് തരാടാ എന്നും പറഞ്ഞിട്ട് ഞാൻ എന്താ ശരിക്കും ഞാൻ ആ സമയത്ത് എന്താ വിചാരിച്ചു, അവൻ അടിക്കുന്നെങ്കിൽ അടിക്കട്ടെ, ബാക്കി നോക്കാന്ന് വിചാരിച്ചോണ്ടിരിക്കുന്നു. അപ്പൊ അവൻ എന്നെ അടിക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ വന്നപ്പോഴത്തേക്ക് സിന്റെ കയറും, സിന്റെ ആക്ഷൻ കാണിക്കണം. അതെ, സിന്റെ ചാടി വന്നു. സിന്റെ എവിടുന്ന് വന്നില്ല, സിന്റെ പെട്ടെന്ന് ചാടി വന്നിട്ട് അവനെ പുറത്ത് തള്ളി ഇടിച്ചു. നീ എന്താ ചെയ്തവനെ? ആ അതാണ് ആ ഒരടി. ആരാ? സച്ചിനാണ്, ജോമന ചാച്ചനാ. വേറൊരു കാര്യമുണ്ട്, നമ്മളൊരു സംഭവം നടക്കുമ്പോഴേ കാരണം രണ്ടു ഭാഗത്തും മിസ്റ്റേക്ക് ഉണ്ട്, പക്ഷെ അവരുടെ ഭാഗത്തുമാണ് മിസ്റ്റേക്ക് കൂടുതൽ. പുള്ളി അതിൽ വന്ന് ഇടപെടേണ്ട കാര്യമില്ലായിരുന്നു. എക്സാക്ട്ലി കേട്ടോ, അതും പുള്ളിയുടെ പ്രായം കൂടെ നോക്കണം. പുള്ളി നാട്ടിലെ കൊച്ചു പിള്ളേരോടൊക്കെ തല്ലുപിടിക്കാൻ തുടങ്ങി. ആ സമയത്തൊക്കെ ഞങ്ങള് കൊച്ചുങ്ങളാണ്, ഞങ്ങൾക്ക് വലിയ പ്രായമൊന്നുമില്ല. പുള്ളി ഒരു കാര്യമില്ലാണ്ട് നാട്ടിലെ കൊച്ചു പിള്ളേരോട് തല്ലുപിടിക്കാൻ വന്നിട്ട്. പിന്നെ അഡ്രിനാലിൻ റഷ് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ, അതായത് ഈ ഇങ്ങനത്തെ സമയത്ത് നമ്മൾ ഹൈപ്പ് ആയി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഇമോഷൻസിനെ പെട്ടെന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇപ്പോഴാരും ആ സംഭവം നടന്നേടാ പോയെടുക്കാന്ന് പറഞ്ഞ് ഞാൻ ചിലപ്പോൾ പോയാലും ഞാനും കുറച്ചുകൂടെ എങ്ങായിരുന്നു. നമ്മളെല്ലാരും ചോരത്തളയ്ക്കുന്ന പ്രായമാണ് ഗൈസ്. 2017 എന്നൊക്കെ പറയുമ്പോ നമുക്ക് എത്ര വയസ്സുണ്ടോടാ? എനിക്ക് 17 വയസ്സ്. അത്രയൊക്കെ പ്രായമുള്ളൂ. അപ്പൊ ആ സമയത്തൊക്കെ എന്ന് വെച്ചാൽ ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയമാണ്, അത് ഞാൻ LLB പഠിക്കുന്ന സമയമാണ്. അപ്പൊ അതിന്റെ ഒരു ധൈര്യം, ആവശ്യമില്ലാത്തൊരു ധൈര്യം കുറച്ച് അധികം ഉണ്ട്. അതൊക്കെ ആയിരുന്നു. പക്ഷെ ഇപ്പൊ ആലോചിക്കുമ്പോഴത്തേക്ക് എന്തിനായിരുന്നു അന്ന് അത്ര തല്ലുണ്ടാക്കിയത്. പക്ഷെ സിൻഡോടെ ചാടി വന്നുള്ള അടി അതൊരു മെമ്മറബിൾ സാധനമാണ് സിൻഡോ. എനിക്കതൊക്കെ ഓർമ്മയുണ്ട്. എടാ പിന്നെ പുള്ളിയൊന്നും ഞാൻ കണ്ടിട്ട് പോലും ഇല്ല. പക്ഷെ അന്ന് പുള്ളി എന്നോട് പറഞ്ഞൊരു സാധനം എനിക്ക് ഓർമ്മയുണ്ട്. നീ പഠിക്കുന്നത് കൊല്ലത്തല്ലേ, നീ അവിടെ വന്ന് പൂട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി അന്ന് എന്നെ വെല്ലുവിളിച്ചൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. അത് കഴിഞ്ഞിട്ടെ അവരെല്ലാം അവിടെ പോയായിരുന്നു അങ്ങോട്ട്. അതെനിക്ക് ഓർമ്മയുണ്ട്. അതായത് പപ്പായും വേറെ സഭാഷണങ്ങളൊക്കെ കൂടെ പുള്ളിയുടെ വീട്ടിൽ പോയിട്ട് സംസാരിച്ച സമയത്ത് പുള്ളിക്ക് പ്രശ്നം അതെന്താന്ന് വെച്ചാല്, ശരി ഞാൻ അവന്മാരുമായിട്ട് പ്രശ്നമുണ്ട്, അപ്പൊ അവൾ എന്തിനാണ് അതിൽ ഇടപെട്ടത് എന്നും പറഞ്ഞിട്ട് പുള്ളിക്ക് അതൊരു ഭയങ്കര ഈഗോ സാധനം അടിച്ചു. പുള്ളിയെ സംബന്ധിച്ച് റോഡിൽ വെച്ച ഒരു പെണ്ണ് പുള്ളിയെ എന്തോ പറഞ്ഞത് പുള്ളിക്ക് ഒരു ഭയങ്കര അപമാനകരമായി പോയി. പക്ഷെ അടിയുടെ കാര്യത്തിൽ പെണ്ണ് ആണോന്നൊന്നുമില്ല. എനിക്ക് അന്ന് അടി കിട്ടിയിരുന്നെങ്കിൽ ഞാനത് എന്നെ ഒരു ആണ് തല്ലി എന്നുള്ളതായിട്ടൊന്നും ഞാൻ എടുക്കത്തില്ലായിരുന്നു. ഞാനും അത് തല്ല് ആ രീതിയിൽ തന്നെ എടുത്തേനും. അതാണ്. അടുത്ത പ്രാവശ്യം ജിമ്മിലൊക്കെ പോയിട്ട് ഭയങ്കര സ്ട്രോങ് ആണ്, അടി ഇടിയെല്ലാം പഠിക്കണം. അപ്പൊ സിൻഡ പോവാണ് ഗൈസ്. സിൻഡ ഒന്നൊക്കെ പോകുന്ന വഴിക്ക് എന്തെങ്കിലും കഴിക്കണം എന്ന് ആഗ്രഹമുണ്ട്. മന്തി. സിൻഡ പറഞ്ഞു സിൻഡയ്ക്ക് മന്തി കഴിക്കണം, നിന്റെ തലയും കൊണ്ട് കാണിക്കണം, നിന്നെ കിട്ടുന്നില്ലടാ. അപ്പൊ സിൻഡയ്ക്ക് മന്തി കഴിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ മന്തി കഴിക്കാനായിട്ടുള്ള കട നമ്മൾ തപ്പണം. കോട്ടയത്തെ മെയിൻ പുള്ളിനെ വിളിച്ചിട്ട് പുള്ളിക്കാരി ഫോൺ എടുക്കുന്നില്ല. കോട്ടയത്ത് എന്ത് ആവശ്യം ഉണ്ടെങ്കിലും വിളിച്ചാൽ മതി എന്ന് പറഞ്ഞ ചങ്ക്. കോട്ടയത്തെ ദാതയാണെന്നും പറഞ്ഞിട്ട് അപ്പനൊരു ഫ്രണ്ട് ഉണ്ട്. കോട്ടയത്ത് എന്ത് കാര്യം ഉണ്ടെങ്കിലും പുള്ളിക്കാരിയെ മിസ് കോൾ അടിച്ചാൽ മതി എന്നാണ് പറഞ്ഞു. ഇപ്പൊ ഞങ്ങൾ 2-3 കോൾ ചെയ്തു, പുള്ളിക്കാരുടെ ആനക്കൊന്നുമില്ല. ദാദയ്ക്ക് എന്ത് പറ്റിയെന്ന് അറിയില്ല. അങ്ങനല്ലേ നമ്മളിപ്പോ പുറത്തുള്ളവരോട് പറയും ഇവിടെ എക്സാക്ട്ലി. അത് ഞാനും അതുപോലെയാണ്. ചിലരോടൊക്കെ ഞാൻ പറയും എന്ത് ആവശ്യം ഉണ്ടെങ്കിലും എന്നെ വിളിച്ചാൽ മതി എന്ന് പറയും. എന്നിട്ട് ഫോൺ സൈലന്റ് ആക്കി വെച്ചിട്ട് ഞാൻ നല്ലപോലെ കിടന്നുറങ്ങുമായിരിക്കും. രാത്രിയിലൊക്കെ എനിക്കൊരു 10 മിസ് കോൾ വന്നാൽ പോലും ഞാൻ അറിയാറില്ല. അങ്ങനത്തെ സംഭവമൊക്കെ എന്റെ ലൈഫിൽ നിറയെ നടന്നിട്ടുണ്ട്. അപ്പൊ അത്രേ ഉള്ളൂ. നമ്മൾ മന്തി കഴിക്കുന്നു. പിന്നെ സിൻഡോയ്ക്ക് ചെവിയിൽ വെക്കുന്ന ഒരു സാധനമാണ്. എനിക്ക് ആക്ച്വലി എന്താ സംഭവം എന്ന് വെച്ചാൽ, ഞാൻ ഫ്ലൈറ്റിൽ പോകുന്ന സമയത്ത് എന്റെ എയർപോർട്ടിൽ എക്സ്പീരിയൻസ് ഭയങ്കര ഹൊറിബിൾ ആയിരുന്നു. ഹൊറിബിൾ എന്ന് വെച്ചാൽ മോശമെന്നല്ല, ഞാൻ കൊണ്ടുപോയ മോരും എന്റെ അച്ചാർ കുപ്പിയെല്ലാം എടുത്ത് എയർപോർട്ടിൽ അവർ കളയായിരുന്നു. ബാംഗ്ലൂർ എയർപോർട്ട് ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ കുറച്ച് നേരത്തെ എയർപോർട്ടിൽ എത്തുകയാണെങ്കിൽ ഇവന് കുറച്ച് അതായത് എനിക്കെല്ലാം റീപാക്ക് ചെയ്യേണ്ടി വന്നു. എന്റെ ബാഗ് ഫുള്ള് റീപാക്ക് ചെയ്യേണ്ടി വന്നു. അപ്പൊ ഇവൻ അതുപോലൊക്കെ വരുമെന്ന് എനിക്ക് കുറച്ച് പേടിയുണ്ട്. അതുകൊണ്ട് ഇവന്റെ എയർപോർട്ടിലെ സെക്യൂരിറ്റി ചെക്കും കാര്യങ്ങളൊക്കെ പ്രശ്നമൊന്നും ഇല്ലാണ്ട് കഴിഞ്ഞാൽ എനിക്ക് അത്രയും സമാധാനം കിട്ടും. അത് മാത്രമല്ല എനിക്കൊരു പേടി. ഹായ്, ഇത്രയും നേരം സച്ചിനായിരുന്നു പാട്ടൊക്കെ ഇട്ടോണ്ടിരുന്നത്. അപ്പൊ എന്താ സംഭവിച്ചത്? സച്ചിൻ കുറച്ചധികം അടിപൊളി പാട്ടുകളൊക്കെ ഇട്ടോണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഞങ്ങള് ഈ പാട്ടെല്ലാം മറ്റേ പാട്ട് ആ പാട്ട് ഈ പറഞ്ഞ കുറച്ച് സജഷൻസ് ഒക്കെ പറയായിരുന്നു. ഇപ്പോഴാണ് ഞങ്ങൾ ആ സത്യം തിരിച്ചറിഞ്ഞത്. സച്ചിൻ സ്പോട്ടിഫൈയിലോ യൂട്യൂബിലോ ഒന്നും അല്ല പാട്ടുകൾ ഇട്ടോണ്ടിരുന്നത്. സച്ചിൻ കുറച്ച് പാട്ടുകൾ ഫോണിൽ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. ആ ഡൗൺലോഡ് ചെയ്ത പാട്ടുകളാണ് സച്ചിൻ ഇട്ടോണ്ടിരുന്നത്. അപ്പൊ കളക്ഷൻ തീർന്നു. അപ്പൊ ഇപ്പൊ ഞങ്ങൾ സച്ചിനെ കൂടെ സച്ചിൻ ചോദിക്കുന്നത് അതിന് ലീഗലി പ്രശ്നമൊന്നും ഇല്ലല്ലോ എന്നാണ്. പക്ഷെ എത്ര വർഷം മുമ്പാണോ നീ ഡൗൺലോഡ് ചെയ്ത പാട്ടുകളൊക്കെ ഇട്ടിരുന്നത്? ആ കാലമൊക്കെ കഴിഞ്ഞു. സ്പോട്ടിഫൈ ഡൗൺലോഡ് ചെയ്യണതാ.
വേറെ സാധനം വന്നിട്ടുണ്ട്. അതേതാ? അപ്പൊ നമ്മളിപ്പോ എവിടെയാടാ? ഞങ്ങളിപ്പോ മൂവാറ്റുപുഴ എടുത്തു. ഇതിനിടയ്ക്ക് ഞങ്ങളൊരു കടയിൽ നിർത്തിയിട്ട് എത്ര ഏത്തക്കപ്പം വാങ്ങിച്ചത് എനിക്ക് ഓർമ്മയില്ല. അവിടെ ഉണ്ടായിരുന്ന അത്ര ഏത്തക്കപ്പം, ഒരെണ്ണം മാത്രം ബാക്കി വെച്ചിട്ട് അവിടെ ഉണ്ടായിരുന്ന അത്ര ഏത്തക്കപ്പവും പിന്നെ 2 മുട്ടബജിയൊക്കെ വാങ്ങിച്ചു. എന്ന് വെച്ചാൽ ഒത്തിരി കൊട്ടക്കടക്കൊന്നും മേടിച്ചതല്ല, അവിടെ ആകെ 5-6 ഉള്ളായിരുന്നു. ആ ഉണ്ടായിരുന്ന സാധനം മൊത്തം വാങ്ങിച്ചല്ലോ അല്ലേ? ശരിയല്ലേ? എല്ലാരും വിചാരിക്കുമ്പോ ഞാൻ മറ്റേ അങ്ങനല്ലോ കിട്ടിയത്. അവിടെ ഉണ്ടായിരുന്ന 5-6 അത് അത്രയും വാങ്ങിച്ചു. എന്നിട്ട് ഞങ്ങൾ കഴിച്ചു. സച്ചിൻ ആക്ച്വലി ഓരോ ഏത്തക്കപ്പേ കഴിച്ചുള്ളൂ. ഞാനും അപ്പോഴാണ് കൂടുതൽ കഴിച്ചത്. ഞങ്ങളിങ്ങനെ സ്നാക്സ് ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ വീട്ടിലെ ചോറും കറിയൊന്നും തിന്നത്തില്ലല്ലോ. ഇതൊക്കെ ഞങ്ങൾ ഇഷ്ടം പോലെ കഴിക്കും. ക്യാമറയിൽ കാണുമ്പോ അത്ര ഭംഗിയില്ലടാ, പക്ഷെ നേരിട്ട് കണ്ണു വെച്ച് കാണുമ്പോ നല്ല ഭംഗിയുണ്ടായിരുന്നു ഗൈസ്. അപ്പോ നമ്മള് ഫൈനലി എയർപോർട്ട് റോഡിൽ എത്തിയിരിക്കുകയാണ്. ഇപ്പൊ സമയം എത്രയുടെ 9:45, കറക്റ്റ് 9:45 ഈ ടൈം തൊട്ടാണ് ആക്ച്വലി എന്താടാ ആക്ച്വലി 9:45 നമുക്ക് 12:45 ഫ്ലൈറ്റ്. അപ്പൊ 9:45, 10:45, 11:45 ടൈം ഉണ്ട്. അപ്പൊ നമ്മൾ ചെറുതായിട്ട് എന്തെങ്കിലും ഒന്ന് കഴിക്കാൻ വേണ്ടിട്ട് ഒരു സ്പോട്ട് നോക്കാണ്. കഴിച്ചിട്ട് നേരെ നമ്മൾ സിന്റെ അകത്തേക്ക് കൊണ്ടുവിടും. അത്രേ ഉള്ളൂ. സച്ചിൻ ഇപ്പൊ നമ്മൾ എവിടെയാണ്? നിങ്ങൾക്ക് 3 പേർക്കും ചപ്പാത്തിയാണോ? ചപ്പാത്തി ഗൈസ്. അപ്പൊ നമ്മൾ ഫൈനലി ഇവിടെ റീച്ച് ആയിരിക്കും. എന്റെ കോലമൊക്കെ മാറി, വീട്ടിൽ നിന്ന് ഇറങ്ങിയ കോലമൊക്കെ മാറി. ഇനി മേക്കപ്പ് ഒന്നും ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾ എന്നെ എപ്പോഴും കാണുന്ന കോലത്തിൽ തന്നെയാണ്. പിന്നെ ആസ് യൂഷ്വൽ നമ്മൾ മൈക്ക് എടുക്കാൻ മറന്നു പോയി, അതുകൊണ്ട് മൈക്കില്ല. മൈക്ക് എന്തിനാണ് എനിക്കുള്ളതെന്ന് തന്നെ എനിക്കറിയത്തില്ല. 2 മൈക്കുണ്ട് വീട്ടിൽ. കടല വളിച്ചായിരുന്നു. അങ്ങനെ നമ്മൾ കടല തിരിച്ചു കൊടുത്തു. ഒരു പ്രത്യേകത. അപ്പോൾ നിനക്കൊരു കാര്യം അറിയോ? സിൻഡോ കൂട്ടിയതുകൊണ്ട് സിൻഡോയ്ക്ക് മനസ്സിലായത് വളിച്ചാണത്. ഞാനോ നീ ആയിരുന്നെങ്കിൽ സത്യം ഞാനും അപ്പമായിരുന്നു കഴിക്കുന്നത്. ഞങ്ങൾക്ക് മനസ്സിലാവുന്ന പോലും ഇല്ലായിരുന്നു. ഞങ്ങൾ 2 എതിർത്ത് മാന്യമായിട്ട് കഴിച്ചു. ബിസിനസ് ജെറ്റ് കാർഗോ ചിലപ്പോ നമ്മുടെ ബിസിനസ് വളരാൻ പോകുന്നെങ്കിലോ.